ഹായ് ഗൈസ്, ഇന്ന് നമ്മള് അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാ. നമ്മളിന്ന് എവിടെയാ പോകുന്ന അറിയാമോ? അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി. കല്ലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടേൺ എടുത്തു. അങ്ങനെ നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ പാർക്ക് സ്പേസിൽ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് കിട്ടും. അപ്പോൾ അവിടെ കാണുന്ന രണ്ടുമൂന്ന് മലകളുണ്ട് കേട്ടോ. ഓ, നല്ല വലിയ മലകൾ. നമുക്ക് ഡ്രോൺ ഇല്ല, അല്ലെങ്കിൽ നല്ല അടിപൊളി ഷോട്ട് എടുക്കായിരുന്നു. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്ക് ഞാൻ മലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് വരാം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെക്ക് പോസ്റ്റിന് എടുത്തെത്തുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി പാസ് 20 രൂപയും, ജീപ്പിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രാ പ്ലസ് 39 രൂപയാണ് ആൾക്ക് വരുന്നത്. നമുക്കതല്ല, നമുക്ക് ജീപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നടന്നു പോകാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് എൻട്രി പാസ് മാത്രം എടുത്താൽ മതി കേട്ടോ. നമ്മൾ പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് പോസ്റ്റിന് എടുത്ത് വന്നിട്ട് ക്യൂ നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജീപ്പ് വരുന്നതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ കയറി പോകുന്നത്. അങ്ങനെ നമ്മൾ പാസം കൊടുത്ത് ജീപ്പിൽ കയറി കഴിഞ്ഞാൽ അങ്ങ് മേളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. ആ ഒരു യാത്ര നല്ല അടിപൊളി കേട്ടോ. കാരണം നമ്മളിപ്പം ഇലവിഴ പൂഞ്ചിറയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജീപ്പ് റെൻ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ആ ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് പാസ് എടുത്ത് 39 രൂപ ഒരാൾക്ക് വരുള്ളൂ. അതെടുത്ത് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അങ്ങോട്ടുള്ള വ്യൂ, കയറി പോകുമ്പോഴുള്ള വ്യൂവും കാര്യങ്ങളും ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലുള്ള മലയുടെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാട്ടോ. അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുത്തെയൊക്കെ ഹൈലൈറ്റ് എന്താ അറിയുമോ? ഇവിടെ ഒത്തിരി വലിയ മരങ്ങളില്ല, ചെറിയ ചെറിയ മരങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ തൊടുപുഴയിൽ നിന്ന് ഏകദേശം 31 കിലോമീറ്ററും അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് വരുവാണെങ്കിൽ ഏകദേശം 14 കിലോമീറ്ററുമാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ ഏകദേശം നമുക്ക് മലങ്കര ഡാം, ഇലവീഴ പൂഞ്ചിറ, അങ്ങനെ ഇല്ലിക്കല്ല് ഒറ്റ ദിവസം തന്നെ കവർ ചെയ്യാൻ കേട്ടോ. നമ്മൾ അങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മലങ്കര ഡാമിൻ്റെയും ഇലവീഴ പൂഞ്ചിറയുടെയും. അത് കാണാത്തവർ പോയി കാണുക. പിന്നെ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ഏക ജീവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം പശുക്കളെ മാത്രം കേട്ടോ. അതൊക്കെ കയറൊക്കെ കെട്ടിയ പശു കേട്ടോ, ആരാണ്ടൊക്കെ കയറ്റി വിട്ടേക്കുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് വരിക, കയറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് കുറേ പ്രത്യേകതകളുണ്ട് ഈ മലയ്ക്ക്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് നമുക്ക് അറബിക്കടൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, നമുക്ക് ഏതായാലും പോയി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ നീലക്കുറിഞ്ഞി പോലെ തന്നെയുള്ള എൻ്റെ ഫാമിലിയുള്ള നീലക്കൊടുവേലിയും ഈ ഒരു മലയിലാണ് ഉണ്ടെന്ന് പറയുന്നത്. അതും അറിയില്ല, നമുക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം, കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ മലയുടെ മണ്ടയിലെത്തി. ജീപ്പും കാര്യങ്ങളും അവിടെ വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിലേക്കുള്ള ഭാഗം നടന്നാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ആ ജീപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു 360 വ്യൂ നമുക്ക് കിട്ടും. അടിപൊളിയാണ്. എൻ്റെ മേളിൽ നമ്മുടെ ഇല്ലിക്കല്ല്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡ് നോക്കുമ്പോൾ കുറേ മലകളൊക്കെ കാണാം. നമുക്ക് അറബിക്കടലൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഓൾമോസ്റ്റ് സണ്ണൊക്കെ അസ്തമിച്ചു. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അപ്പം നോക്കിയാലും നമുക്ക് നടന്ന് കയറി നോക്കാം, മേളത്തെ കാഴ്ചകൾ കാണാൻ. നമുക്ക് അവിടെ ഒരു ജീപ്പുണ്ട്. ജീപ്പ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് നടന്ന് കയറണം. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന ഒരു മലയിലെ അതാണത്. ഇവിടെ പിടിക്കാൻ വേണ്ടി ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ്, അമ്മയുടെ ഒരു കണ്ടുപിടുത്തം കേട്ടോ. ഇല്ലിക്കല്ലിൻ്റെ പേര് വന്ന ഇല്ലിത്തുറുവാണ് ഈ നിൽക്കുന്ന ഇല്ലിക്കാട്. യെസ്, അങ്ങനെയാണ് ഇല്ലിക്കൽ കല്ല് എന്നുള്ള പേര് വന്നേ. ഈ മലയുടെ ഇല്ലിക്കല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹൈറ്റുള്ള മലയാട്ടോ ഇത് ഇല്ലിക്കല്ല്. നമ്മളങ്ങനെ നടന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറിപ്പോകും. നല്ല അടിപൊളിയായിട്ട് അവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ടൈലൊക്കെ ഇട്ട് അടിപൊളിയായി. അല്ലയോ അമ്മ, എങ്ങനെയുണ്ട് അമ്മ ഇല്ലിക്കൽ? അതെ, എൻജോയ്മെന്റ്.
ഇതാണ് കേട്ടോ ഇല്ലിക്കക്കല്ല് മലയുടെ താഴെ നിന്നുള്ള വ്യൂ. അപ്പം ഇനി നമ്മൾ മേളിലേക്ക് കയറി പോകണം. അപ്പം മേളിലേക്ക് പോയിട്ട് വരാം. ഇവിടുത്തെ കയറ്റം ഇച്ചിരി ഹെവി ടാസ്ക്കാണ്. ഹൈ, എങ്ങനെയുണ്ട് കുട്ടി? കേറ്റം വലിക്കില്ല പണ്ടത്തെ പോലെ. ആണോ? എക്സസൈസ് കുറവാണ്. ആണല്ലേ. ഇതാണ് ഇവിടുത്തെ കയറ്റങ്ങൾ. പകുതി കടന്നു പോയ മലയും അത് അസ്തമിക്കാൻ പോകുന്ന സൂര്യനും. സൂര്യൻ മഞ്ഞ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇച്ചിരി ഹെവി കേട്ടോ. ഇവിടെ നിൽക്കാത്ത തന്നെ അറിയാമോ, നീ എൻ്റെ ശ്വാസം കൊണ്ട് വലിച്ചെടുക്കുക. അതേ സൂര്യൻ വന്നു. യെസ്. കുറുക്കൻ്റെ കുഞ്ഞ് ആക്സിഡൻ്റായിരിക്കും. അതാ മഞ്ഞവെട്ടം ഒരാൾക്കാരിക്കല്ലേ, അവർക്ക് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മേളിലെത്തി. സംഭവം ഇച്ചിരി ഹെവി ആട്ടോ. ആ താഴേന്ന് ഇങ്ങോട്ടുള്ള നടന്നു കയറ്റം മാത്രം. കാരണം മഴയൊക്കെ പെയ്ത് റോഡൊക്കെ പോയി കിടക്കുകയാണ്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മേളിൽ കയറി കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാട്ടോ. അപ്പുറം കാണുന്ന മലയുടെ മണ്ടയിലൊക്കെ കുറേ ആൾക്കാർ കയറി നിൽപ്പുണ്ട് കേട്ടോ. അവരെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വന്ന വഴിയാണ്. അതിൽ കയറി വന്ന് ആ മലയുടെ മണ്ടയിൽ പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗേസ്, ബൈ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.